Okay, now let us continue with the parallel communication standards, that is PCI and PCI-X buses. PCI stands for Peripheral Component Interface. PCI provides a superior throughput than EISA. It is platform independent, unlike ISA, which depends on the IBM PC platform. Its clock rate is nearest to the sub-multiple of system clock. PCI provides 3 types of synchronous parallel interfaces. അപ്പോൾ ഇവിടെ PCI എന്ന് പറയുന്നത് പെരിഫറൽ കമ്പോണൻറ്റ് ഇൻ്റർഫേസ് ആണ്. അപ്പോൾ ഇവിടെ നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്, അതായത് PCI ത്രൂപുട്ട് എന്ന് പറയുന്നത് അത് EISA-നെക്കാളും സുപ്പീരിയർ ആണ്. ആൻഡ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻ്റ് ആണ്. ദാറ്റ് മീൻസ് ഇപ്പോൾ ISA ആണെങ്കിൽ അത് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് ഒരു പ്ലാറ്റ്ഫോം, ദാറ്റ് ഈസ് IBM PC പ്ലാറ്റ്ഫോമിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ PCI പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് പ്ലാറ്റ്ഫോം ഇൻഡിപെൻഡൻറ്റ്. ആൻഡ് ക്ലോക്ക് റേറ്റ് എന്ന് പറയുന്നത് നിയറസ്റ്റ് ടു ദ സബ് മൾട്ടിപ്പിൾ ഓഫ് സിസ്റ്റം ക്ലോക്ക്. ഓക്കെ, സിസ്റ്റം ക്ലോക്കിൻ്റെ സബ് മൾട്ടിപ്പിൾ ആയിട്ടാണ് ക്ലോക്ക് റേറ്റ് ഉണ്ടാവുക. 3 ടൈപ്സ് ഓഫ് സിങ്ക്രണസ് പാരലൽ ഇൻ്റർഫേസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. And PCI bus has 32-bit address and data bus extendable to 64 bits. Its protocol specifies the interaction between different components of a computer. അതായത് ഇപ്പോൾ PCI ബസ് എന്ന് പറയുന്നത് 32-bit ആണ് അഡ്രസ് ബസ്. അതുപോലെ തന്നെ ഡേറ്റാ ബസ് ഇറ്റ് ക്യാൻ ബി എക്സ്റ്റെൻഡഡ് ടു 64 ബിറ്റ്സ്. ഇവിടെ അതുപോലെ തന്നെ പ്രോട്ടോക്കോൾ സ്പെസിഫൈ ചെയ്യുന്നത് ഡിഫറെൻറ്റ് കമ്പോണൻസ്, അതായത് കമ്പ്യൂട്ടറിൻ്റെ ഡിഫറെൻറ്റ് കമ്പോണൻസിൻ്റെ ഇൻട്രാക്ഷൻ ആണ് സ്പെസിഫൈ ചെയ്യുന്നത്. Then its synchronous throughput is up to 132/528 megabits per second, and it operates on 3.3 volt signals. A PCI driver can access hardware automatically as well as by addresses assigned by the programmer. Thus, PCI bus simplifies addition and deletion of the system peripherals. അതായത് ഇവിടെ ഇപ്പോൾ നമുക്ക് അതായത് ത്രൂപുട്ട് എന്ന് പറയുന്നത്, ഇവിടെ PCI ബസ്സിൻ്റെ ത്രൂപുട്ട് എന്ന് പറയുന്നത് 132 അതുപോലെ തന്നെ 528 മെഗാബിറ്റ്സ് പെർ സെക്കൻഡ് വരെ ഉണ്ട്. ആൻഡ് 3.3 വോൾട്ട് സിഗ്നലിലാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ PCI ഡ്രൈവർ എന്ന് പറയുന്നത് അതായത് ഹാർഡ്വെയറിനെ ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും, ഓട്ടോമാറ്റിക്കലി ആക്സസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പ്രോഗ്രാമർ അസൈൻ ചെയ്യുന്ന അഡ്രസ്സസും ഡയറക്റ്റ്ലി ആക്സസ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഒരു സിസ്റ്റം പെരിഫറൽ ആഡ് ചെയ്യാനും, അതായത് ഈ ബസ്സിലേക്ക് ആഡ് ചെയ്യാനും അതുപോലെ തന്നെ ബസ്സിൽ നിന്ന് ഒഴിവാക്കാനും എളുപ്പമായിരിക്കും. ഓക്കെ, PCI ബസ്സിൽ നിന്ന് അത് എളുപ്പമായിരിക്കും. ദെൻ മാനുഫാക്ചറർ രജിസ്റ്റേഴ്സ് എ ഗ്ലോബൽ നമ്പർ ഫോർ PCI ഡിവൈസ്. ഒരു ഗ്ലോബൽ നമ്പറാണ് ഓരോ ഡിവൈസിനും സൈൻ ചെയ്യുന്നത് മാനുഫാക്ചറർ. ആൻഡ് 16-bit രജിസ്റ്റർ in the PCI device will identify this number to let that device auto-detected. ഓക്കെ, അതുകൊണ്ട് തന്നെ ഒരു 16-bit രജിസ്റ്റർ ഉണ്ടാവും PCI ഡിവൈസിൽ. ആൻഡ് ഈ നമ്പർ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി സോ ദാറ്റ് ഡിവൈസ് ഓട്ടോ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ്. ആൻഡ് അനദർ 16-bit രജിസ്റ്റർ ഇസ് ഫോർ ദ ഡിവൈസ് ID നമ്പർ. അപ്പോൾ 2 16-bit രജിസ്റ്റേഴ്സാണ്. സോ അനദർ ദാറ്റ് ഈസ് ഒരു രജിസ്റ്റർ എന്ന് പറയുന്നത് ഡിവൈസ് ID നമ്പറിന് വേണ്ടിയാണ്. These 2 numbers allow the device to carry out auto detection by its host computer. So host computer തന്നെ ആ ഡിവൈസിനെ ഓട്ടോ ഡിറ്റക്റ്റ് ചെയ്യും. A device identifies its address space by 3 identification numbers: input output port, memory locations and configuration registers. The unique feature of PCI bus is its configuration address space. A uniquely assigned interrupt type handles an interrupt. A PCI controller must access one device at a time. Thus, all the devices within the host computer can share input-output port addresses and memory locations. PCI/X is an extension of PCI and it supports 64 or 100 MHz transfers. അപ്പോൾ ഇവിടെ പറഞ്ഞ പോലെ തന്നെ 2 രജിസ്റ്റേഴ്സാണ് 16-bit രജിസ്റ്റേഴ്സ്. ആൻഡ് ഇവിടെ നമുക്ക് ഡിവൈസ്, അതായത് അഡ്രസ് സ്പേസിനെ ഐഡൻറ്റിഫൈ ചെയ്യുന്നത് 3 ഐഡൻറ്റിഫിക്കേഷൻ നമ്പേഴ്സാണ്. ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടിന് വേണ്ടി, അതുപോലെ തന്നെ മെമ്മറി ലൊക്കേഷൻസ് ആൻഡ് കോൺഫിഗറേഷൻ രജിസ്റ്റേഴ്സ്. ഇതിൻ്റെ അതായത് PCI ബസ്സിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത്, യുണീക്ക് ഫീച്ചർ എന്ന് പറയുന്നത് കോൺഫിഗറേഷൻ അഡ്രസ് സ്പേസ് ആണ്. ആൻഡ് അതായത് ഇപ്പം ഒരു ഇൻട്രപ്റ്റ് ടൈപ്പ്, അതായത് ഒരു യുണീക്ലി അസൈൻ ചെയ്തിരിക്കുന്ന ഒരു ഇൻട്രപ്റ്റ് ടൈപ്പ് ഈ ഇൻട്രപ്റ്റ്സിനെ ഹാൻഡിൽ ചെയ്യുന്നു, അത് കൺട്രോൾ ചെയ്യുന്നു. ആൻഡ് ഒരു
സമയത്ത് ഒരു ഡിവൈസിന് മാത്രമേ ആക്സസ് ചെയ്യാൻ പറ്റൂ. PCI കൺട്രോളർ വിൽ ആക്സസ് 1 ഡിവൈസ് അറ്റ് എ ടൈം. ഓക്കെ, അപ്പോൾ എല്ലാ ഡിവൈസസും ഹോസ്റ്റ് കമ്പ്യൂട്ടറിൽ കണക്ട് ചെയ്ത എല്ലാ ഡിവൈസസിനും ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ട് അഡ്രസ്സും അതുപോലെ തന്നെ മെമ്മറി ലൊക്കേഷൻസും ഷെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ഇപ്പോൾ PCI X എന്ന് പറയുന്നത് അതിൻ്റെ എക്സ്റ്റൻഷനാണ്, PCIൻ്റെ എക്സ്റ്റൻഷനാണ്. ആൻഡ് 64 to 100 MHz ട്രാൻസ്ഫറാണ് ഇവിടെ പോസിബിൾ ആവുന്നത്. അപ്പോൾ PCIൻ്റെ എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്, പക്ഷേ അതിന് കുറച്ചും കൂടി എക്സ്ട്രാ ഫീച്ചർ ഉണ്ടാവും. സോ ദിസ് ഈസ് അബൌട്ട് ദ PCI ബസ്.